മലയാള സിനിമയിൽ വനിതകൾക്കായി ഒരു സംഘടന വരുന്നു. ആ ഒരു ചുവടുവെപ്പിന് നേതൃനിരയിൽ നിൽക്കുന്ന ബീന പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ആശയത്തിലോട്ടെത്തിയത്? സ്ത്രീകൾ ഈ രംഗത്ത് വരാത്തത് ഞാൻ അന്വേഷിച്ചപ്പോഴേ ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാരണം ഇത് ഒട്ടും സ്ത്രീ ഫ്രണ്ട്ലി ഉള്ള ഒരു മേഖലയല്ല. പിന്നെ കുറച്ച് മാസം മുമ്പേ നമ്മുടെ ഒരു സഹപ്രവർത്തകർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതിൻ്റെ ഓഫ് കോഴ്സ് പോലീസ് വഴിയൊക്കെ അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നു. പക്ഷേ അതിൻ്റെ ഉപരി ഇപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെ മനസ്സിൽ എന്തെങ്കിലും ഈ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയതുകൊണ്ട് ഇത് ഒരുമിച്ച് ചേർന്ന് ഒരു കളക്റ്റീവ് ഉണ്ടാക്കി ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസ്കഷനിൽ കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹം. സ്ത്രീകൾ ഒരുമിച്ച് ചേരുമ്പോഴേ എല്ലാവർക്കും ഇത് ഒരു ഭീഷണിയാണോ, അത് ഞങ്ങൾ ഫിഫ്കായെ ചോദ്യം ചെയ്യുന്നതാണോ, അതോ അമ്മയെ ചോദ്യം ചെയ്യുന്നതാണോ എന്നൊക്കെ ഒരു ചോദ്യങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മുടെ മനസ്സിൽ അതൊട്ടും അങ്ങനെ അല്ല. നമ്മുടെ പോരാട്ടം അമ്മ അല്ലെങ്കിൽ ഫിഫ്ക, മാക്ട അങ്ങനത്തെ സംഘടനകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് ഇത് ഒരു ഈക്വൽ ജെൻഡർ ഫ്രണ്ട്ലി സ്പേസ് ആക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. കാലങ്ങളായിട്ട് നടക്കുന്ന അനീതിയേക്കാൾ ഉപരി ഇൻവിസിബിലിറ്റിയാണ്. അത് ഇത്തരം പ്രശ്നം ഇല്ല എന്ന് കണ്ണും പൂട്ടിയിട്ട് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇറ്റ് ഹാസ് ടിപ്ഡ് ഓവർ നൗ. ഇനി നമുക്ക് അതുമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ ഒന്നിനും എതിർക്കാനോ അല്ലെങ്കിൽ ആരുടെയും ലൈഫ് ബുദ്ധിമുട്ടാക്കാനോ അല്ല നടക്കുന്നത്. വി ആർ ജസ്റ്റ് സേയിങ് എഡ്യൂക്കേഷനും അവയർനെസ്സും മാത്രമാണ് ഒരു ഫങ്ഷണൽ സൊസൈറ്റി, ഒരു ബാലൻസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന സിറ്റിസൺഷിപ്പിനെ സഹായിക്കുന്നത്. അതേപോലെ നമ്മുടെ വർക്ക് ഫോഴ്സിനെ ഒരു ഹെൽത്തി ഏരിയ ആക്കുക, ഒരു വർക്ക് പ്ലേസ് അറ്റ്മോസ്ഫിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് കൺസേൺ. അതിനുള്ള കാര്യങ്ങളാണ് എല്ലാ ജെൻഡേഴ്സിനും കിട്ടേണ്ട സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുക. സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മൾക്ക് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എല്ലായിടത്തുനിന്നും. ടു ബി വെരി ഓണസ്റ്റ് ആൻഡ് നോ ഒഫെൻസ് ടു എനിബഡി, എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയ മീഡിയനെയാണ്. കാര്യം ഇല്ലാത്ത സ്ഥലത്ത് റിഫ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരെ അടച്ചുപൂട്ടിയെന്നോ അല്ലെങ്കിൽ അവർക്ക് എതിരെ എന്നൊക്കെ ഈ വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്, വിച്ച് വിൽ ടേക്ക് ഇയേഴ്സ് ഫോർ അസ് ടു ടേക്ക് കെയർ ഓഫ്. സോ എൻ്റെ ഏറ്റവും വലിയ പേടി നമ്മൾ എന്ത് അസോസിയേഷൻ ആണെങ്കിലും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും സാധാരണ പബ്ലിക് ആണെങ്കിലും അവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ദേ ഡോണ്ട് നോ അസ്. ബട്ട് ആസ് മീഡിയ നിങ്ങളാണ് നമ്മുടെ റൈറ്റ്ഫുൾ കണ്ടക്ടർ ജെൽ. യു ഹാവ് ടു help us educate the mass, educate the audience and educate ourselves. അപ്പം എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റും എൻ്റെ ഏറ്റവും വലിയൊരു വറിയും അറ്റ് ദ സെയിം ടൈം ഇസ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഇൻ സൊസൈറ്റി എന്തായിരിക്കും എന്നുള്ളത്. ബിക്കോസ് വാട്ട് ഐ എം ഹോപ്പിംഗ് ഇസ് ദാറ്റ് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണേ, ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ടേക്ക് ഓഫിൽ നേഴ്സായിട്ട് അഭിനയിച്ചു, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു, പിന്നെ ഒന്നും നടക്കുന്നില്ലല്ലോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു ഐ എം നോട്ട് എ നേഴ്സ്. നേഴ്സസ് ഫൈറ്റ് ചെയ്യുക നേഴ്സസ് തന്നെ ചെയ്യണം. They will have to do the fight. I will support them in that. And when nurses do that, another community will realize, see, they are doing it for themselves. അതാണ് നമ്മൾ ഈ കർഷകരും അല്ലെങ്കിൽ എന്താ പറയുക കോഫി പ്ലാന്റേഷൻ വർക്കേഴ്സും സ്ത്രീകളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ എല്ലാവരും തന്നെ എങ്ങനെയാണ് അവരുടെ റൈറ്റ്സ് അവർ ഹോൾഡ് ചെയ്യാനും അത് എഡ്യൂക്കേറ്റ് ചെയ്യാനും ചെയ്തത് ഇങ്ങനെയാണ്. സോ വി ആർ ബേസിക്കലി ഗെറ്റിംഗ് ഇൻസ്പയർഡ് ബൈ എവ്രിബഡി. നമ്മുടെ ഹോപ്പ് ഇസ് ദാറ്റ് വി വോണ്ട് എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും അറിയേണ്ടത് എന്താ വെച്ചാൽ കോ എക്സിസ്റ്റിംഗ് എന്നുള്ള വാക്കാണ്, ഒരുമിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്കും ചെറിയ ചെറിയ സംഘങ്ങളിൽ ഇരുന്ന് ഇതേ കാര്യങ്ങൾ തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു. കാരണം സിനിമാ രംഗത്തെ വളരെ പാട്രിയാർക്കലായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ നമുക്ക് കൂട്ടായിട്ട് നിന്നിട്ട് ഇതെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ, അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള ഡിസ്കഷൻസ് എത്രയോ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം അതിനൊരു പ്രത്യേക കാരണമുണ്ടായി. നമുക്ക് മിണ്ടിയേ പറ്റൂ, നമുക്ക് ഒന്നിച്ച് നിന്നേ പറ്റൂ എന്നതിന് ഒരു റീസൺ ഉണ്ടായി. അപ്പം വീണ്ടും നമ്മൾ സുഹൃത്തുക്കളെ ഒന്നിച്ച് കാണുകയും സംസാരിക്കുകയും അങ്ങനെ സ്ലോലിയാണ് ഓക്കെ നമുക്കൊരു കളക്റ്റീവായിട്ട് എന്തുകൊണ്ട് നിന്നുകൂടാ എന്നൊരു ചർച്ചയിലേക്ക് നമ്മൾ പോയത്.
സിനിമ രംഗത്തുള്ള എല്ലാ സ്ത്രീകളെയും ഇതിൻ്റെ ഭാഗമാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് വെറും എന്താ പറയുക ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടന ആയിരിക്കില്ല. നേരെ മറിച്ച് സാങ്കേതിക രംഗത്ത് ധാരാളം സ്ത്രീകൾ ഈ സ്പേസ് സ്ത്രീകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടൊരു സ്പേസ് ആക്കേണ്ടതുണ്ട്. അതാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഞങ്ങൾ പണി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഫ്രണ്ട്ലി ആയ സ്ഥലത്തേക്ക് കുറേ സ്ത്രീകളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കാൻ സ്ത്രീകളെ കേപ്പബിൾ ആക്കുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പുകളും ഒക്കെ നമുക്ക് സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ ടെക്നിക്കൽ സൈഡിൽ വനിതകളുടെ സാന്നിധ്യം പൊതുവെ കുറവാണ്. അപ്പോൾ അത് ആ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ? അത് നേരിടാനായിട്ട് ഈ സംഘടനകളുടെ സാന്നിധ്യം? As I see, most of the groups that are functioning are all men's groups. And that is how it is. That's how it is. There's absolutely no woman technician functioning independently in Malayalam cinema. It's non-existent. Okay. Even people who train and come out, they are hesitating to come into Malayalam field. They would rather go, I'm talking about students and all that who study from film schools, they will rather go to Bombay and Bollywood because avade irukra oru sahacharyam, it is supporting, women can work in a technical field, but you just don't see. You don't see ADs, women ADs, you don't see assistants and work. Very few are working. That is like, it's a terrific imbalance, no? World over, everywhere there are awareness that lack of representation is there for women technicians. So many governments, organizations are consortiums they are forming and trying to increase presence of women in technical field in cinema. Say for example, it's happening in States, it's happening in UK. There are collectives that are formed and they are doing it very consciously. Therefore, it's high time that it happens here also, in Malayalam industry, especially with so much of education, and you see that women education is very high. How come there aren't enough coming into technical field in cinema? റിയമ കലിങ്കൽ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റിനെ കാണുന്നത്? അതിലുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? വളരെ എക്സൈറ്റിംഗ് ആണ്. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാവരും പല സ്ഥലത്തൊക്കെയാണ്, എന്നാൽ പോലും ഒരുമിച്ച് ചേർന്ന് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു സെൻസ് ഓഫ് എന്താ പറയുക, ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട്. പക്ഷേ വി ഓൾ നോ ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്. ഇത് എവിടെയോ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇത്രയും കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത്, മാറ്റാൻ ശ്രമിക്കുന്നത്. ചെറിയൊരു കാര്യമായിരിക്കില്ല എന്നറിയാം, പക്ഷെ ഒരു തുടക്കം കുറിക്കണം എന്ന് ആഗ്രഹമുണ്ട്. CMൻ്റെ അടുത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ അവിടെ തൊട്ട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് സാറ് നമ്മുടെ എല്ലാ ഡിമാൻഡ്സിനെയും കണ്ടത്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാമെന്നുള്ളതായിരുന്നു സാർ പറയുന്നത്. ഇവൻ ദ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കൃത്യമായി നമ്പർ ഇട്ട് തരൂ എന്ന് പറയുകയാണ് ഒരു മിനിസ്ട്രി നമ്മളോട്. അത് ചെറിയൊരു കാര്യമല്ല. അത് അവർ വിമൻസ് റൈറ്റ്സും വിമൻസ് ഇഷ്യൂസും വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് അവരെ ഞങ്ങളെ സ്വീകരിച്ച രീതി. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആൻഡ് അതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വളരെ മിസോഗിനിസ്റ്റിക് ആണ്, പാട്രിയാർക്കലാണ് എന്ന് പറയുന്ന ഒരു മലയാളി സൊസൈറ്റി രണ്ട് കൈയും നീട്ടി ഇത് സ്വീകരിച്ച്, ഇത് ലോങ് ഓവർഡ്യൂ ആണ്, ഇത് എന്തുകൊണ്ട് മുമ്പ് നടന്നില്ല എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞങ്ങൾ ലേറ്റായി പോയി, ഇനിയിപ്പോൾ തുടങ്ങാൻ ഞങ്ങളിത് നേരത്തെ തുടങ്ങണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. അത്തരം സ്വീകാര്യതയോടു കൂടിയാണ് ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു ആനിമലിനെ ഹാം ചെയ്താൽ പോലും നമ്മൾ പറയണം സിനിമയിൽ, നമ്മൾ ഇതിലും ആനിമൽസിനെ ഹാം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചാൽ സിഗരറ്റ് വലിക്കുന്നത് ഹാനികരമാണ്, ഹെൽമെറ്റ് വെക്കണം, ഇതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ മാത്രം ആർക്കും ഒരു പ്രശ്നവുമില്ല. സ്ത്രീവിരുദ്ധത ഉണ്ടായാൽ എന്താണ് കുഴപ്പമെന്നാണ് കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവാത്ത ഒരു ഐ തിങ്ക് അവിടെയാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ വരേണ്ടത് എന്ന് ഞങ്ങൾ ആൻഡ് ആ ഒരു
കണ്ടൻറ്റ് വൈസ് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഇതേ പാടുള്ളൂ ഇത് പാടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് ക്രിയേറ്റിവിറ്റീനെ എന്താ പറയുക തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ അതിനെ ഹീറോയിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാതിരിക്കൂ, ഇത്രയേ ഉള്ളൂ നമ്മൾ ചോദിക്കുന്നത്. അതൊരിക്കലും കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കൃത്യമായൊരു സ്റ്റാൻഡ് എല്ലാ സിനിമയിലും നമ്മൾ എടുക്കുന്നുണ്ട്. ആരുടെ പക്ഷത്താണ് നമ്മൾ, ഹീറോയ്ക്ക് എന്താണ്, വില്ലന് എന്താണ് എന്ന് നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അത് കൃത്യമായി എടുക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഒരു നിർണായകമായ മുഹൂർത്തങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.